ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഹൈ പ്രോട്ടീനും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയെടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മുട്ട 2ഉം പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്രഷ്ഡ് കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ക്രഷ്ഡ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി നമുക്കിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ആ പാനിലേക്ക് എല്ലായിടത്തേക്ക് ആ എണ്ണയൊന്നാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു അത്യാവശ്യം മീഡിയം സൈസിലെ ടൊമാറ്റോ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീർന്ന് കത്തിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു ചെറിയ പോർഷൻ സവാള ഉള്ളി ചെറുതായിട്ട് മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ഒരു വശം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയുടെ 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ എഗ്ഗിൻ്റെ മിക്സൊക്കെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കൊറിയാണ്ടർ ലീഫാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ഒരു ചപ്പാത്തിയാണ് കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിത് പുറത്തുനിന്ന് മേടിച്ചതാണ്. നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ഹെൽത്തി കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിന് ആ മുട്ടയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനെ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കും നമ്മൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ചീസ് കേട്ടോ. ചീസ് നിങ്ങൾ കുറച്ചിട്ടാൽ മതി. ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോ ചീസ് ഇട്ട് കൊടുത്താൽ മതി. ആ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഇങ്ങനെയൊന്ന് ഹാഫായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. മടക്കി ഇങ്ങനെ ഒരു കറക്റ്റ് ഹാഫായിട്ട് റെഡിയാക്കി വീണ്ടും അതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും കൂടെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള മീൽ റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഓഫീസിൽ പോകുന്ന നമുക്കൊക്കെ ആണെങ്കിലും ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.